ഈ മാതൃഭൂമിയുടെ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഇതില് മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരന്റെ ഒരു അഭിപ്രായ പ്രകടനമുണ്ട് കേട്ടോ. സ്വർണപ്പാളി മോഷണത്തിലും ഒന്നാമതാണോ? ജി സുധാകരൻ ചോദിക്കുകയാണ്. അതായത് ഈ പിണറായി സർക്കാർ എല്ലാ കാര്യത്തിലും നമ്പർ വൺ എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ജി സുധാകരൻ പരിഹസിക്കുന്നത്, ഇതാ സ്വർണ്ണക്കടത്തിലല്ല സ്വർണ്ണക്കൊള്ളയിൽ, സ്വർണ്ണക്കടത്ത് പണ്ടായിരുന്നല്ലോ, സ്വർണ്ണക്കൊള്ളയിലും നമ്പർ വൺ എന്ന് പറയുമോ എന്നാണ് ജി സുധാകരൻ ചോദിച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്. സുധാകരൻ ബി.ജെ.പിയിലേക്കോ കോൺഗ്രസിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ സഖാവാണ് 916 പരിശുദ്ധിയുള്ള സഖാവ് തന്നെയാണ് ജി സുധാകരൻ കേട്ടോ. സുധാകരൻ ചില കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള ചില കമന്റുകളൊക്കെ പറയാറുണ്ട്. ആ രീതിയിലുള്ള കമന്റുകൾക്കൊക്കെ നമ്മൾ അപ്പോൾ തന്നെ മറുപടി കൊടുക്കാറുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിൽ മുറുകെ പിടിച്ച അഴിമതിയുടെ കറപുരളാത്ത നേതാവാണ് കേട്ടോ. ആ സുധാകരനാണ് പറയുന്നത്, ഇതാ സ്വർണ്ണക്കൊള്ളയിലും നമ്പർ വൺ ആയോ എന്ന് ചോദിക്കുകയാണ്. പോരെ, ഇത് മാത്രം മതി, സുധാകരന്റെ ഒറ്റ പ്രസ്താവന മാത്രം മതി. ഇത് കാരണഭൂതത്തിന്റെ ചെകിട്ടത്തുള്ള അടിയാണ്, വാസവന്റെ ചെകിട്ടത്തുള്ള അടിയാണ് കേട്ടോ ജി സുധാകരൻ അടിക്കുന്നത്. ചില അടികൾ അങ്ങനെയാണ്, അടിക്കാൻ ചെരുപ്പ് വേണമെന്നില്ല, നാവ് കൊണ്ട് പറഞ്ഞാൽ മതി. ജി സുധാകരന്റെ വാക്കുകൾ അതാണ്, ചെകിട്ടത്തെ ടെ എന്ന് അടിക്കുകയാണ് സുധാകരൻ. പിണറായി വിജയ, വാസവ, നിങ്ങളുടെ നേതാവാണ്, നിങ്ങളെപ്പോലുള്ള നേതാവല്ല കേട്ടോ, അഴിമതിയുടെ കറപുരളാത്ത നേതാവാണ് പറയുന്നത്. വേണ്ട വിജയ, വേണ്ട വാസവ, വേണ്ട, മതി, കളി മതിയടോ, മതിയാക്കടോ എന്ന് പറയുന്നത് ജി സുധാകരനാണ്. സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ആവശ്യം അംഗീകരിച്ചു. ഏറ്റവും വലിയ കള്ളവാർത്ത, ദേശാഭിമാനി കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കള്ളവാർത്ത എന്താണ്? സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ആവശ്യം അംഗീകരിച്ചത്രേ. സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും കാട്ടുകള്ളന്മാരുടെ ആവശ്യം അംഗീകരിച്ചത്രേ. ആര്? കോടതി. ഇതാ ഈ വാർത്ത എങ്ങനെയാ തുടങ്ങുന്ന അറിയോ? നിങ്ങൾ ആരും ബോധം കെടരുതേ, ബോധം കെട്ട് വീണാൽ ഞാൻ ഉത്തരവാദിയല്ല. ഇതാ ഈ വാർത്തയുടെ തുടക്കം ഇങ്ങനെയാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളി വിവാദത്തിൽ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. പ്രത്യേക ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ആവശ്യം അംഗീകരിച്ചാണ് നടപടി. സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു എന്ന് ദേശാഭിമാനി പച്ച കള്ളം പറയുകയാണ്. ഒരു പത്രത്തിലും ഇതില്ല. ഹൈക്കോടതിയുടെ ഈ പറയുന്ന റിപ്പോർട്ടിലും ഈ കാര്യം പറയുന്നില്ല. പിന്നെ ദേശാഭിമാനിക്ക് എങ്ങനെ കിട്ടി? ഹൈക്കോടതി ഞങ്ങൾ പറഞ്ഞിട്ടാണെന്ന്. അതായത് ഗോവിന്ദസ്വാമി പറയുകയാണ്, കോടതി എന്റെ കേസൊക്കെ അന്വേഷിക്കുന്നു, ഞാൻ പറഞ്ഞിട്ടാണ് അന്വേഷിക്കുന്നത്. ജയിൽ ചാടിയല്ലോ. ജയിൽ ചാടിയതിനു ശേഷം ഗോവിന്ദസ്വാമി പറയാന്ന് വിചാരിക്കുക. ഗോവിന്ദസ്വാമി എല്ലാ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഗോവിന്ദസ്വാമി ഇങ്ങനെ നെളിഞ്ഞു എന്ന് പറയുന്നു, ഞാൻ ജയിൽ ചാടി, പിന്നെ ഞാൻ ജയിലിനുള്ളിലേക്ക് തന്നെ വന്നു. അന്വേഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ജയിൽ ചാട്ടത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോടതിയോട് എന്ന് ഗോവിന്ദസ്വാമി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സൗമ്യയെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് ഗോവിന്ദസ്വാമി എന്ന് പറയാണ്, ഞാൻ സൗമ്യയെ കൊന്നു, പ്രശ്നമില്ല, ഞാൻ കോടതിയോട് പറഞ്ഞിട്ടുണ്ട്, കോടതിയോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ, പറയേണ്ടത് തെറിയല്ല, പത്തലാണ്, തെറിക്കുത്തരം പത്തൽ എന്ന് പറഞ്ഞ പോലെ ഇവനെയൊക്കെ ഉണ്ടല്ലോ, ചെകിട്ടത്തല്ല മർമ്മത്തടിക്കേണ്ടതാണ് കേട്ടോ. ദേശാഭിമാനിയുടെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് അത്രേ കോടതി അന്വേഷിക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ADGP H വെങ്കടേഷിനോട് അന്വേഷണ ചുമതല എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണ സംഘത്തിന്റെ കാര്യം മാത്രം. എന്നിട്ട് വാസവൻ പറയാണല്ലോ, വാസവന്റെ ഒരു ബോക്സിന്റെ സർക്കാർ നിലപാടിനുള്ള അംഗീകാരം. ഇതാണ് ഞാൻ പറഞ്ഞത്. വയ്യനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയല്ലാന്നേ. സർക്കാർ നിലപാടിനുള്ള അംഗീകാരം. എന്ത് സർക്കാരും സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ ആൾക്കാർ കൊള്ളയൊക്കെ നടത്തിയിട്ട് ഞങ്ങളുടെ അംഗീകാരം. നേരത്തെ പറഞ്ഞ ഗോവിന്ദസ്വാമിയിലേക്ക് നമുക്ക് വീണ്ടും വരാം. ഗോവിന്ദസ്വാമി പറയാണ്, സൗമ്യയുടെ ഈ ബലാത്സംഗവും കൊലപാതകം കഴിഞ്ഞിട്ട് എന്റെ അംഗീകാരം, ഞാൻ പറഞ്ഞു കോടതിയോട് അന്വേഷിക്കാൻ, കോടതി ഇതാ വരുന്നു അന്വേഷിക്കാൻ, ഞാൻ പറഞ്ഞിട്ട് ഇതിന്റെ ഒരു വിരോധാഭാസം നോക്കിയാട്ടെ.
ഈ ഒരു പത്രം ഞെട്ടിപ്പിച്ചു കേട്ടോ, ഞെട്ടിപ്പിച്ചു കളഞ്ഞു ഇന്നത്തെ ദേശാഭിമാനി. ചിളിക്കുന്നു, ചിരിക്കല്ല, ചിളിക്കുന്നു. ഇതാ ഈ മന്ത്രി പൂമാൻ ചിരിക്കുകയാണ്. സർക്കാർ നിലപാടിനുള്ള അംഗീകാരം, ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനുള്ള അംഗീകാരമാണെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പണ്ടേ? കൊള്ള നടത്തിയിട്ട് പറയാണ് ഞങ്ങളുടെ നിലപാടിലുള്ള അംഗീകാരമാണെന്ന് ഈ അന്വേഷണം. കാരണം ഇവനറിയാം ഈ പറയുന്ന വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം ഞങ്ങളെ തൊടില്ല എന്ന് ഈ പറയുന്ന വാസവൻ പെരട്ടക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. എത്ര കാലം ഇവരെ ഇത്തരത്തിലുള്ള കഴുത മന്ത്രിമാരെ, വാഴകളെ നമ്മൾ സഹിക്കണം? ഞാൻ രോഷം കൊണ്ട് പോവുകയാണ്. അതല്ലാതെ എങ്ങനെയാണ് ഇതൊക്കെ വായിച്ചു തീർക്കുക? ഒന്ന് ആലോചിക്കണം നിങ്ങൾ. സർക്കാർ നിലപാടിലുള്ള അംഗീകാരം പോലും. ഇപ്പോൾ ശില്പവാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് നിയമങ്ങൾ കൃത്യമായി പാലിച്ചാണ്. ഇപ്പോ 2025 കാര്യം പറയുന്നത്. അത് കുറെ കാലം തുടങ്ങിയിട്ട് 2019 എന്ത് സംഭവിച്ചു ചോദിച്ചാൽ 2025 ഇങ്ങനെയാണ് എന്നാ പറയാ. അന്ന് നിങ്ങൾ കട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇന്ന് ഞങ്ങൾ കട്ടില്ലല്ലോ. എന്തൊരു വാദമല്ലേ? നിങ്ങളൊന്ന് കട്ടില്ലേ, ഞങ്ങൾ ഇന്ന് കട്ടില്ലല്ലോ, ഞങ്ങൾ അന്നല്ലേ കട്ടത് എന്ന് പറയുന്ന തിരുടന്മാരുടെ തിരുടൻ കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നും നമ്മുടെ പത്രങ്ങളുടെ പ്രധാന തലക്കെട്ടുകൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം സംബന്ധിച്ചിട്ടുണ്ട്. മോഷണം എന്നല്ല പറയുന്നത്, വൻ കൊള്ള, അമ്പല കൊള്ളയെ കുറിച്ചാണ് എല്ലാ പത്രങ്ങളും. അതിൽ ഒരു 2 പത്രങ്ങൾ, അതായത് മാധ്യമവും ദേശാഭിമാനിയും, അവർക്ക് ഈ അമ്പലക്കൊള്ളയേക്കാൾ പ്രധാനം ഗാസയിലെ കൊലപാതകങ്ങളാണ് കേട്ടോ. ഗാസയിലെ മനുഷ്യരുടെ ഹത്യകളാണ്. ഞാൻ അതിനെപ്പറ്റി പറയാം. ഗാസ സ്നേഹത്തിന്റെ കാപട്യം ഞാൻ തുറന്നു കാട്ടാം. ഏതായാലും മലയാള മനോരമ പറയുന്നത് ശബരിമല സ്വർണമോഷണം സ്ഥിരീകരിച്ച് ഹൈക്കോടതി. അപ്പോൾ ഹൈക്കോടതിയാണ് സ്ഥിരീകരിച്ചത് ശബരിമലയിൽ വൻ സ്വർണക്കൊള്ള നടന്നു. കട്ടതു തന്നെ, നല്ല തലക്കെട്ടാണ്. കട്ടതു തന്നെ. കാരണഭൂതത്തിന്റെ ദേവസ്വം മന്ത്രി വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ഇവരുടെ അതായത് ഈ സംഭവം നടന്ന കാലത്തുള്ള മുൻ പ്രസിഡന്റ് പത്മകുമാർ, അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, പിന്നീട് ആരാണ്, നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇങ്ങനെയുള്ള ഒരു വൻ കൊള്ള സംഘം. ആരൊക്കെയാണ് ഇതിൽ ആക്റ്റീവായിട്ട് കൊള്ളയിൽ പങ്കെടുത്തത്, ആർക്കൊക്കെയാണ് കൊള്ള മുതൽ കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഹൈക്കോടതി അന്വേഷിക്കാൻ വേണ്ടി പോകുകയാണ്. യഥാർത്ഥ സ്വർണപ്പാളികൾ മറിച്ചു വിറ്റിരിക്കാൻ സാധ്യത. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഹൈക്കോടതി പറയാണ്, യഥാർത്ഥ സ്വർണപ്പാളികൾ മറിച്ചു വിറ്റിരിക്കാൻ സാധ്യത. ശബരിമലയിലെ ആഗോള സംഗമം നടത്തിയിട്ട് ലോകമെങ്ങുമുള്ള തീർത്ഥാടകരെ ശബരിമലയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളൊരു കള്ളനാടകം നടത്തിയ കൂട്ടര് ആ സമയത്തൊക്കെ അയ്യപ്പന്റെ സ്വർണ്ണ അടിച്ചു മാറ്റുകയായിരുന്നു കേട്ടോ. എന്നിട്ട് പറയാണ് യഥാർത്ഥ സ്വർണപ്പാളികൾ മറിച്ചു വിറ്റിരിക്കാൻ സാധ്യത എന്ന് പറയുന്നത് UDF-കാരല്ല, BJP-കാരല്ല, കോടതി പറയുകയാണ്. ഭഗവാന്റെ ദ്വാരപാലകർ എന്ന് പറഞ്ഞാൽ ഭഗവാനോളം തന്നെ അത്രയും പവിത്രമായ ഒരു സങ്കല്പമാണ് ഈ ദ്വാരപാലകരുടേത്. ആ ദ്വാരപാലകരുടെ സ്വർണം മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന് മോഷ്ടിച്ചതിന് തുല്യമാണെന്നേ. ഇത് സ്വർണ്ണമോഷണം എന്നല്ല പറയേണ്ടത്. ഇത് സ്വർണമല്ല, ഇത് ഭഗവാന്റെ ചൈതന്യമുള്ള ആ ദ്വാരപാലക ശില്പത്തിന്, അല്ലെങ്കിൽ ആ ദ്വാരപാലക വിഗ്രഹത്തിന് അതിന്റെ ഈ ആവരണം, സ്വർണ്ണാവരണം, വിജയ് മല്യ കൊടുത്ത ഈ 30.3 കിലോഗ്രാം സ്വർണം കൊണ്ട് ക്ലാഡ് ചെയ്ത, അല്ലെങ്കിൽ അതിന്മേൽ പിടിപ്പിച്ച ഈ സ്വർണ്ണപ്പാളികൾ
അത് അതിന്റെ മേലെ പിടിപ്പിച്ചതോട് കൂടി തന്നെ അതിന് ചൈതന്യം വന്നു കഴിഞ്ഞു. അത് ഏതെങ്കിലും കാഴ്ച ബംഗ്ലാവിലെ പ്രദർശന വസ്തുവല്ല, ഇത് ദേവന്റേതാണ്, ദേവ ചൈതന്യമുള്ളതാണ്. ആ ദേവ ചൈതന്യമുള്ള സ്വർണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ ലോകത്തിലെ അയ്യപ്പ വിശ്വാസികൾ ഇതെങ്ങനെ പൊറുക്കും? എങ്ങനെയാണ് അവരിത് പൊറുക്കുക? അപ്പോഴാണ് ഹൈക്കോടതിയുടെ ഈ ഒരു ഇടപെടൽ ഉണ്ടായത്. മറ്റൊന്ന്, തിരിച്ചെത്തിയത് വേറെ ചെമ്പുപാളികൾ എന്ന് സംശയം. കോടതി പറയാണ് തിരിച്ചെത്തിയത് വേറെ ചെമ്പുപാളികൾ. യഥാർത്ഥത്തിലുള്ള ഈ സ്വർണം പതിപ്പിച്ച സ്വർണപ്പാളികൾക്ക് പകരം വേറെ ചെമ്പുപാളികൾ സ്വർണം പൂശി കൊണ്ടുവന്നതാണ്. ക്ഷേത്ര സ്വത്തിന്റെ പരിശുദ്ധി ഇല്ലാതാക്കി. ഇനി ഇതിൽപ്പരം വേണോ? പിണറായി വിജയ, ഒളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പോടോ. അതല്ലാതെ എന്താ നിന്നോടൊക്കെ പറയേണ്ടത്? എവിടുന്നൊക്കെ കക്കുന്ന്. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കട്ട നിങ്ങളുടെ ടീമുണ്ടല്ലോ. എന്തായാലും ഇത് UDF-കാർ വന്നിട്ടോ അല്ലെങ്കിൽ BJP-കാർ വന്നിട്ടോ അല്ലല്ലോ കട്ടത് നിങ്ങളുടെ ഈ കമ്മിക്കൂട്ടമല്ലേ അല്ലേ? ഇനി മാതൃഭൂമി കൊടുത്തത്, മാതൃഭൂമി ചോദിക്കുന്നത് സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതി മറിച്ചു വിറ്റോ? ഹൈക്കോടതിയുടെ ചോദ്യം ഒരുപക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഹൈക്കോടതി ഒരു സർക്കാരിനോട് ചോദിക്കുന്നത്, ഒരു ദേവസ്വം ബോർഡിനോട് ചോദിക്കുന്നത്. മറിച്ചു വിറ്റോ? അയ്യപ്പന്റെ സ്വർണം മറിച്ചു വിറ്റോ തിരുടന്മാരെ എന്ന് ഹൈക്കോടതി ചോദിക്കുകയാണ്. ADGP-യുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണം. ഈ മാതൃഭൂമിയുടെ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഇതില് മുൻ ദേവസ്വം മന്ത്രി G. സുധാകരന്റെ ഒരു അഭിപ്രായ പ്രകടനമുണ്ട് കേട്ടോ. സ്വർണപ്പാളി മോഷണത്തിലും ഒന്നാമതാണോ? G. സുധാകരൻ ചോദിക്കുകയാണ്. അതായത് ഈ പിണറായി സർക്കാർ എല്ലാ കാര്യത്തിലും നമ്പർ വൺ എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ്. കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ്. കൈക്ക് എന്തെങ്കിലും പരിക്കേറ്റ കുട്ടിയെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്നു. കൂട്ടിരിപ്പിന് പോയ സ്ത്രീയെ ഈ പറയുന്ന കെട്ടിടം തകർന്ന് സ്ത്രീ അതിനുള്ളിൽ മരിക്കുന്നു. ശസ്ത്രക്രിയ ചെയ്ത സ്ത്രീയുടെ വയറ്റിനുള്ളിൽ കത്രിക. ICU-യിൽ പ്രവേശിപ്പിച്ച യുവതിയെ ഈ ഒരു കമ്മി അറ്റൻഡർ ബലാത്സംഗം ചെയ്യുന്നു. എണ്ണി പറയുകയാണെങ്കിൽ കേരളത്തിലെ ആരോഗ്യ രംഗം എന്ന് പറഞ്ഞാൽ ഇത്രയും കെട്ടുനാറിയ ഒരവസ്ഥ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. എന്നിട്ടും പറയും വീണ ജോർജ് വീണ് കിടക്കുന്നിടത്തുനിന്ന് വീണ ജോർജ് ഇങ്ങനെ കൈ ബന്ധിച്ചിട്ട് പറയും നമ്പർ വൺ. അതാണ് അവസ്ഥ. വിദ്യാഭ്യാസം അല്ലേ? വിദ്യാഭ്യാസത്തിൽ ഇത്രയും കുത്തഴിഞ്ഞൊരു വിദ്യാഭ്യാസ കാലഘട്ടം. വിദ്യാഭ്യാസ മന്ത്രി ആരാ? നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ കുട്ടികൾ പറയാൻ നാണിക്കും കേട്ടോ. ഉടുമുണ്ടഴിച്ച് നിയമസഭയില് സംഹാര നൃത്തമാടിയ ഈ ഒരു ഗുണ്ടയുടെ നിലവാരത്തിൽ അണ്ടർവെയർ കാണിച്ചുകൊണ്ട് ആ ഡെസ്കിന്റെ മേലേക്ക് ചാടി കമ്പ്യൂട്ടറുകളൊക്കെ എറിഞ്ഞുടച്ചുകൊണ്ട് നിയമസഭയുടെ പവിത്രതയിൽ ചവിട്ടിത്തച്ച ശിവൻകുട്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രി. കുട്ടികൾ മുഴുവനും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാൻ പോവുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതി പിന്നെ പറയാനില്ലല്ലോ. അത് പിന്നെ ശിവൻകുട്ടിയുടെ വകുപ്പല്ല. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് പറയുന്നു നമ്പർ വൺ വിദ്യാഭ്യാസ രംഗത്ത് നമ്പർ 1. ഈ വിദേശികളൊക്കെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ സർക്കാർ സ്കൂളിലേക്ക് കയറി പോകാത്രേ, പഞ്ചനക്ഷത്ര ഹോട്ടലാണോ എന്ന് കരുതിയിട്ട്. അപ്പൊ എല്ലാ രംഗങ്ങളിലും കൃഷിയിൽ നമ്പർ 1. പക്ഷെ ഇവിടെ ഒരു കൃഷിയില്ല. പക്ഷെ കൃഷിയിൽ നമ്പർ 1. എല്ലാറ്റിലും നമ്മൾ നമ്പർ 1 ആണ്. കുണ്ടും കുഴിയും നിറഞ്ഞ ഈ റോഡുകൾ നമ്പർ 1. അപ്പൊ ഇത് ഈ നമ്പർ 1 എന്നുള്ള പ്രയോഗം പറഞ്ഞ് ഒളിപ്പില്ലാതെ പറയുകയാണ്. ഞങ്ങൾ നമ്പർ 1. തോറ്റു തുന്നം പാടുമ്പോ നമ്പർ 1. 0 മാർക്ക് കിട്ടിയ കുട്ടി അവസാനം ഈ രക്ഷിതാക്കളെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ വേണ്ടി പ്രോഗ്രസ് കാർഡിൽ ഇങ്ങേപ്പുറത്ത് 10 എന്ന് എഴുതിയിട്ട് 100ൽ 0 എന്ന മാർക്ക് ലിസ്റ്റുമായി വരുമ്പോ, പ്രോഗ്രസ് റിപ്പോർട്ടുമായി വരുമ്പോ അതിന്റെ കൂടെ ഒരു 10 ഇട്ടിട്ട്
അതായത് 0 100 100ൽ 100 കിട്ടി എന്ന് വിവരമില്ലാത്ത രക്ഷിതാക്കളോട് പറഞ്ഞ് ഒപ്പുവാങ്ങിപ്പിക്കുന്ന പഴയ കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അതേപോലെയാണ് പിണറായി വിജയന്റെ സർക്കാർ. നമ്പർ വൺ ഒരു ചുക്കും ചുണ്ടാമ്പില്ല എന്ന് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. കേരളം എല്ലാറ്റിലും ഒന്നാമതാണ് എന്ന് മത്സരിച്ച് പറയുമ്പോൾ സ്വർണ്ണപ്പാളി മോഷണത്തിലും ഒന്നാമതാണോ? പല കാര്യങ്ങളിലും നമ്മൾ ഒന്നാമതാണ്. പക്ഷേ എത്രയോ കാര്യങ്ങളിൽ പുറകിലാണ് എന്ന യാഥാർത്ഥ്യം ഈ കമ്മ്യൂണിസ്റ്റ് നേതാവ് വിളിച്ചു പറയുന്നു. 8-ാം പുറത്ത് ചോദ്യമുനയിൽ എന്ന് പറഞ്ഞ പങ്ക്തിയിൽ പറയുന്നു, സർക്കാർ അറിഞ്ഞില്ലെങ്കിലും ബോർഡ് അറിയേണ്ടതായിരുന്നു ജി സുധാകരൻ. ഇനി പോട്ടെ, സർക്കാർ അറിഞ്ഞില്ല എന്ന് വിചാരിക്കുക, ദേവസ്വം ബോർഡ് അറിയണ്ടേ? ശബരിമലയിലെ ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ, ദ്വാരപാലക വിഗ്രഹങ്ങൾ, അതിൽ പതിപ്പിച്ച സ്വർണപ്പാളി ചെമ്പുപാളിയാണ് എന്ന് പറഞ്ഞ് അഴിച്ചെടുത്ത് കൊണ്ടുപോകുമ്പോ, ഏതോ ഒരു കിരീടൻ അഴിച്ചെടുത്ത് കൊണ്ടുപോകുമ്പോൾ അയാൾ 40 ദിവസം ഉലകമാകെ ചുറ്റി ഇത് കൊണ്ട് നടക്കുമ്പോൾ ഒന്ന് ദേവസ്വം ബോർഡ് അറിയണ്ടേ? ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരനുമായി മാതൃഭൂമി പ്രതിനിധി KA ബാബു സംസാരിക്കുന്നു. സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നാണ് ബാബുവിന്റെ ചോദ്യം. സുധാകരൻ മറുപടി പറയുന്നു, സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോഴും തിരിച്ചു കൊണ്ടുവരുമ്പോഴും ബോർഡ് അറിയേണ്ടതാണ്. വാസവ കേട്ടോ, ഇത് പറയുന്നതേ VD സതീശനല്ല, നിങ്ങളുടെ മുൻ മന്ത്രി പറയുകയാണ്. നീ ഇരുന്ന ഈ കസേരയുണ്ടല്ലോ, നീ ഇരുന്ന് നശിപ്പിച്ച, നീ ഇരുന്ന് പരിഹാസ്യമാക്കിയ കസേരയിൽ മുമ്പിരുന്നിരുന്ന നിങ്ങളുടെ മന്ത്രി പറയുകയാണ് കേട്ടോ. സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോഴും തിരിച്ചു കൊണ്ടുവരുമ്പോഴും ബോർഡ് അറിയേണ്ടതാണ്. ഇപ്പൊ എന്താ പറയുന്നത്? ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറയുന്നത്. വാസവന് എളിഞ്ഞ ചിരിയോടെ പറയുന്നു, ഞാൻ അറിഞ്ഞില്ല, ഇതൊന്നും ഞങ്ങൾ അറിയേണ്ട കാര്യമില്ല, ഞങ്ങൾ കൈയിട്ട് വാരി നക്കാനേ ഞങ്ങൾക്കറിയൂ, ഞങ്ങൾ നക്കികളാണ്, ഞങ്ങൾക്ക് നക്കാനേ അറിയൂ, നക്കാനും കക്കാനുമേ ഞങ്ങൾക്കറിയൂ. പണിയെടുക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്, ഞങ്ങൾക്ക് നക്കാനും കക്കാനും മാത്രമേ ഞങ്ങൾക്കറിയൂ, ഞങ്ങൾ അത് നന്നായി ചെയ്യുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോഴും തിരിച്ചു കൊണ്ടുവരുമ്പോഴും ബോർഡ് അറിയേണ്ടതാണ്. ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ ബോർഡിനെ അറിയിക്കേണ്ടതുമാണ്. ഇത് രണ്ടും സംഭവിച്ചില്ല. അടുത്ത ചോദ്യം, ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റി എന്നാണോ? സുധാകരൻ പറയുന്നു, തെറ്റുപറ്റിയെന്ന് ഞാൻ പറയില്ല, അതൊക്കെ പറയേണ്ടവർ പറയട്ടെ. എന്നാൽ ബോർഡ് പ്രസിഡന്റ് കുറച്ചുകൂടി പക്വത കാണിക്കേണ്ടതായിരുന്നു. ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഉദ്ദേശം പറയാണ്, ആ ബോർഡ് പ്രസിഡന്റ് കുറച്ച് പക്വത കാണിക്കേണ്ടതായിരുന്നു. ബോർഡ് പ്രസിഡന്റ് എന്താ പറഞ്ഞറിയോ? കഴിഞ്ഞ സമയം സ്വർണ്ണക്കൊടിമരം 5 പ്രാവശ്യം ഞങ്ങള് സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇതൊന്നും മാനുവലിൽ പറഞ്ഞതല്ല, ഇതൊന്നും ചട്ടങ്ങളിൽ പറഞ്ഞതല്ല. ഞങ്ങൾക്ക് ചട്ടം എന്തിന്? ഞങ്ങൾ CPM-കാർ ഒരു ചട്ടത്തിലും വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ ഒരു കോടതിയിലും വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ ജനങ്ങളെയും വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണഭൂതം എന്ന ആ ഭൂതത്തിൽ മാത്രമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് PS പ്രശാന്ത് പറഞ്ഞത്. ആ പ്രശാന്തിനെയാണ് ജി സുധാകരൻ വിമർശിക്കുന്നത്. കൊടിമരത്തിന്റെ ഭാഗങ്ങൾ ചെന്നൈയിൽ കൊണ്ടുപോയതാണ് എന്ന് അദ്ദേഹം പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. താങ്കൾ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് ഇത്തരം തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നാണ് ബാബുവിന്റെ ചോദ്യം. സുധാകരന്റെ മറുപടി, തട്ടിപ്പ് നടത്താൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് തട്ടിപ്പ് നടത്താൻ നോക്കിയിട്ടുണ്ട് പലരും. ഞാൻ അനുവദിച്ചിട്ടില്ല. വാസവ, നിനക്ക് ഇങ്ങനെ പറയാൻ പറ്റൂടോ? ഞാൻ അനുവദിച്ചിട്ടില്ല എന്ന്. ഈ കണ്ട കൊള്ള മുഴുവൻ നടക്കുമ്പോ നീ കണ്ണുകെട്ടിരിക്കുകയായിരുന്നു. മന്ത്രിയാണത്രേ, ദേവസ്വം മന്ത്രി. ആയെന്ന് തുപ്പട്ടടോ നിന്റെ മുഖത്തേക്ക്. അക്കാലത്ത് യൂറോപ്പിൽ നിന്ന് വന്ന ഒരു ഭക്തൻ സ്വർണ്ണമാല കാണിക്കയിട്ടു. വൈകിട്ടായപ്പോൾ കാണാനില്ല. പോലീസിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. മണിമലക്കാവ് ക്ഷേത്രത്തിനടുത്തുള്ള ലോഡ്ജിൽ നിന്ന് രാത്രി ദേവസ്വം ജീവനക്കാരനെ പിടികൂടി. മാല വിഴുങ്ങി ആവണക്കെണ്ണയും കുടിച്ച് കിടക്കുകയായിരുന്നു. നോക്കണം, ജി സുധാകരന്റെ കാലത്ത് ഒരു ദേവസ്വം ജീവനക്കാരൻ നടത്തിയ തട്ടിപ്പ്. ഇപ്പോ ആരൊക്കെ കൊടുക്കുന്ന എത്ര മാലകൾ. കഴിഞ്ഞ ഏഷ്യാനെറ്റ് ചർച്ചയിൽ എനിക്ക് തോന്നുന്നു MR അഭിലാഷാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അവിടെ കൊടുക്കുന്ന, അതായത് ദേവസ്വത്തിൽ കാണിക്കയായി കിട്ടുന്ന സ്വർണ്ണമാലകളൊക്കെ ഈ സ്ട്രോങ് റൂമിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇത് രേഖപ്പെടുത്തുമ്പോൾ ആ മാല തന്നെയാണോ തിരിച്ചു പോകുന്നത്? ഒരുറപ്പുമില്ല. ഭക്തൻ കാണിക്കയായി കൊടുക്കുന്ന മാലയാവില്ല, മുക്കുപണ്ടമായിരിക്കും പോകുന്നതെന്നേ. പോയി അന്വേഷിക്കണം.
ഒരു സ്വർണവും കാണില്ല, ഒക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. ഇത് ദ്വാരപാലക ശില്പം എന്ന് പറയുന്നത്, ദ്വാരപാലക വിഗ്രഹം എന്ന് പറയുന്നത് എല്ലാവരും കാണുന്ന ശ്രീകോവിലിന്റെ മുന്നിൽ രണ്ട് ഭാഗങ്ങളിലായിട്ടുള്ള ഈ വലിയ ശില്പങ്ങളാണ്. അതിലെ സ്വർണം അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ മാലടിച്ചു മാറ്റാൻ വല്ല പ്രയാസമുണ്ടോ ഈ അമ്പലം വിഴുങ്ങികൾക്ക്? വല്ല പ്രശ്നമുണ്ടോ? അപ്പൊ സുധാകരൻ അന്നത്തെ കാലത്തെ തട്ടിപ്പുകൾ കഥ പറയുകയാണ്. ഞാൻ ഒരു കള്ളനെയും അല്ലെങ്കിൽ ഒരു മോഷ്ടാവിനെയും വെറുതെ വിട്ടിട്ടില്ല, എന്റെ കാലത്ത് അങ്ങനൊന്നും നടക്കില്ല എന്ന് ധൈര്യത്തോടെ ചങ്കുറ്റത്തോടെ പറയുകയാണ്. അതാണ് ജി സുധാകരന്റെ പ്രത്യേകത. വി വാസവന് പറയാൻ പറ്റാത്തത് അത് തന്നെയാണ് കേട്ടോ. ഇപ്പോഴത്തെ മന്ത്രി വി എൻ വാസവന് അതുപോലെ ശ്രദ്ധയുണ്ടായില്ലേ എന്നതാണ് ബാബുവിന്റെ ചോദ്യം. അപ്പോൾ സുധാകരൻ പറയുന്നു, ഇല്ലെന്ന് ഞാൻ പറയില്ല, എല്ലാം അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? അത് വളരെ പ്രധാനമാണ്. വാസ്തവം പറഞ്ഞതാണ്, എല്ലാം അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അന്വേഷണത്തിലൂടെ ഒരു ചുക്കും പുറത്തു വരില്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ, ഹൈക്കോടതിയുടെ ശ്രദ്ധയോടെ എച്ച് വെങ്കടേഷ് നടത്താൻ പോകുന്ന അന്വേഷണത്തിൽ ഒരു ചുക്കും പുറത്തു വരില്ല എന്ന് നമുക്ക് ധൈര്യമായി പറയാം. എന്തുകൊണ്ട്? ഈ പറഞ്ഞ ഉന്നതർക്ക് നേരെ വിരൽ ചൂണ്ടാൻ പിണറായിയുടെ പോലീസുകാർക്ക് ധൈര്യം ഉണ്ടാവുമോ? ഏറി വന്നാൽ ഇതാ ഈ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്ത മുരാരി ബാബുവിനെ പോലെ താഴെ തട്ടിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ മേൽ കുറ്റം മുഴുവൻ ചാർത്തും. അവനെതിരെ ചെറിയ എന്തെങ്കിലും നടപടിയെടുക്കും, തീരും. കാരണം കള്ളന്മാരെയും കൊള്ളക്കാരെയും അവിടെ നിർത്തും. കാരണം പിണറായി വിജയന്റെ സർക്കാർ എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരുടെ സർക്കാരാണ്, കൊള്ള സർക്കാരാണ്. എല്ലാം കൈയിട്ട് വരുന്നു, എല്ലാ പദ്ധതികളിൽ നിന്നും കാശടിച്ചു മാറ്റുന്നു. ഏറ്റവും ഒടുവിലായിട്ട് ഭക്തന്മാർ കൊടുക്കുന്ന കാണിക്ക അത്തടിച്ചുകൊണ്ട് പോകുകയാണ് അല്ലേ? താങ്കൾ കോൺഗ്രസ് വേദിയിൽ പോയി സ്വർണ്ണപ്പാളി വിവാദം സംസാരിച്ചല്ലോ എന്ന ചോദ്യത്തിന് സുധാകരന്റെ മറുപടി, അതിനെന്താണ്? കോൺഗ്രസ് വേദിയിൽ പോയി ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ കോൺഗ്രസ് വേദിയിലോ ഏതെങ്കിലും വേദിയിൽ പോയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ്. ഇനി കേരളകൗമുദിയുടെ ഒന്നാം പേജ്, ദേവസ്വം മുഖം മൂടി അഴിഞ്ഞു വീഴും എന്നാ പറയുന്നത്. ദേവസ്വത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്ന് കേരളകൗമുദി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു. ബാക്കി സ്വർണം എവിടെ? അതാണ് തലക്കെട്ട്. ബാക്കി സ്വർണം എവിടെ? സ്വർണം പൂശിയതിന്റെ ബാക്കി എവിടെ? സ്വർണ്ണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണത്തിന് ഹൈക്കോടതി ചെമ്പാക്കിയത് തട്ടിപ്പ് എന്നൊരു സ്റ്റോറി കൂടിയുണ്ട്. ആ രീതിയിലാണ് കേരളകൗമുദിയുടെ ഒന്നാം പേജ്. മാധ്യമത്തിന്റെയും ദേശാഭിമാനിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം പേജ് ഉണ്ട്. ഞാനത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഇത് അവരുടെ രണ്ടാമത്തെ ഒന്നാം പേജാണ് മാധ്യമത്തിന്റെ. അതിൽ പറയുന്നു, ശബരിമലയിലേത് വൻ സ്വർണ്ണ കവർച്ച. മാധ്യമത്തിന് സംശയമൊന്നുമില്ല, ശബരിമലയിലേത് വൻ സ്വർണ്ണ കവർച്ച. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചു. മുൻ ദേവസ്വം ഭാരവാഹികളും ഉദ്യോഗസ്ഥരും സംശയമുനയിൽ. ദേശാഭിമാനിയുടെ രണ്ടാമത്തെ ഒന്നാം പേജ് ഇതാ. തലക്കെട്ട് എന്താണെന്നറിയോ? പ്രത്യേക സംഘത്തിന് ശബരിമല ശില്പപാളി അന്വേഷണം. ഇതിൽ സ്വർണ്ണമൊന്നും കേട്ടോ. ദേശാഭിമാനിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വർണമില്ലെങ്കിൽ പിന്നെന്ത് സ്വർണ്ണ തട്ടിപ്പ്? ശബരിമല ശില്പപാളി പ്രത്യേക സംഘത്തിന്, അതാണ് തലക്കെട്ട്.